വീക്കിലി ബേസിസിൽ 2.8% ഇടിഞ്ഞതോടുകൂടി 2025 ഏറ്റവും വലിയ കറക്ഷനിലൂടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നിഫ്റ്റി നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 23,000-ന് താഴെ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം നിഫ്റ്റിയിൽ 22,780-നടുത്ത് ഒരു ട്രിപ്പിൾ ബോട്ടം രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് റിക്കവറി ഫേസിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് 88% അനലിസ്റ്റുകളും പറയുന്നത്. റിക്കവറി ഫേസിലേക്ക് നീങ്ങിയാൽ തന്നെ 23,260 മുതൽ 23,300 വരെയുള്ള സോൺ പ്രധാന ഹാഡിലായി പ്രവർത്തിക്കും. 23,300-ന് മുകളിൽ മാർക്കറ്റ് ഡിസിസീവ് ബ്രേക്ക് നൽകിയാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ബോട്ടം റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് നടത്തി. 4,294 കോടി രൂപയുടെ സെല്ലിംഗാണ് FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 4,363 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. വീക്കിലി ബേസിസിൽ നിഫ്റ്റി 2.8% ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ് സെക്ടർ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയും കോവിഡിന് ശേഷമുള്ള ഏറ്റവും വേഴ്സ്റ്റ് കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. റിയാലിറ്റി സെക്ടറും 2024-ന് ശേഷമുള്ള ഏറ്റവും മോശം പെർഫോമൻസ് ആണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. ഡിഫൻസ് സെക്ടറിലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയാണ് നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഓൾ ടൈം ഹൈയിൽ നിന്നും 35%-ലേറെ കറക്ഷനിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും 4%-ഓളം ഇടിഞ്ഞ് 192 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് താരതമ്യേന റിസ്ക്കും കുറവാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് 6,700 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നത്. സിൻഗറേണി കൊളോറിസ് കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നുമാണ് കമ്പനിക്ക് 6,700 കോടി രൂപയുടെ ഒരു എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചത്. തെർമൽ പവർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിഫൻസ് സെക്ടറിലെ BHEL അല്ലെങ്കിൽ ബെൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. BHEL എന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹിസ്റ്ററി പരിശോധിച്ചാൽ 33%-ലധികം കറക്ഷനിലാണ് സ്റ്റോക്ക് 33%-ലധികം കറക്ഷനിലൂടെയാണ് സ്റ്റോക്ക് കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം 4%-ഓളം കറക്റ്റ് ആവുകയും ചെയ്തു. അതേസമയം ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ നൽകുകയും ചെയ്തു. 2025-ൽ തന്നെ സ്റ്റോക്ക് 300 എന്ന ടാർഗറ്റിലേക്ക് എത്തുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ആൻറ്റിക് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 300 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ ആനുവൽ ഓർഡർ $700 ബില്യൺ രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ നാളെ BHEL എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്